അതെ, ഈ മാസവരി തരാനുള്ളവരടുത്ത് ഇനിയും കൃത്യമായിട്ട് എത്തിക്കാൻ പറയണം. കാരണം ഒന്നാമത് പാർട്ടി ഫണ്ട് ഇല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. ഒരുപാട് പേര് ഇനിയും പൈസ തരാനുണ്ട് കേട്ടോ. അവനെ നേതാവിന്റെ പഴയ കൂട്ടുകാരുണ്ടല്ലോ, കുട്ടപ്പനാശാരി, അവൻ ഇന്നിവിടെ വന്നിട്ട് പോയി. ഇവിടെ ശരിയാളിയാ. അവ ഇവിടെ വന്ന് ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. അവൻ അളിയനെ കണ്ടിട്ടേ പോത്തോളെന്ന് പറഞ്ഞ് ഒരേ വാശിയിലിരിക്കുക. എന്നാ കാര്യം ചോദിച്ചിട്ട് അവൻ പറയണ്ടേ, അതും പറയുന്നില്ല. കർത്താവേ, കാര്യം എന്തോന്ന്? പൈസ വാങ്ങിക്കാൻ അവനെ കള്ളു കുടിക്കുക, അല്ലാതെ വേറെ എന്തോന്ന്? ഏത് നേരത്താണോ അവനെ വീണ്ടും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്നത്? അല്ല, അത് അളിയൻ്റെ കയ്യിലെ കുഴപ്പമാണ്. എന്തോന്ന്? അന്ന് വലിയ ആളാവാൻ വേണ്ടിയിട്ട് 1000 രൂപ അങ്ങ് എടുത്ത് കൊടുത്തിട്ടല്ലേ? എടേ ഒരുത്തൻ വന്നിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ആശുപത്രി കിടക്കണം, അവിടെ കൊടുക്കാൻ പൈസയില്ല, മരുന്നിന് പൈസയില്ല, നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സലിയും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്ത് സഹായിച്ചതല്ലേ? നമ്മളൊക്കെ ഇവിടെ മരിക്കാൻ കിടക്കുന്ന പറഞ്ഞാൽ 500 രൂപ തരൂല്ല, എടുത്ത് കൊടുത്തേക്കുന്നു. ആ വർത്താനം പറയല്ലേ അൻസാറേ. എന്ത്? നീ ഇതുപോലെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കടം ചോദിച്ചപ്പോൾ ഞാൻ തന്നിട്ടുണ്ട്. ആദ്യമല്ല, അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യവും തന്നിട്ടുണ്ട്. പിന്നെ നീ തിരിച്ച് തരാതായപ്പോഴാണ് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിയത്. നമുക്ക് അനുഭവങ്ങളിൽ നിന്നല്ലേ ഓരോന്ന് പഠിക്കാൻ പറ്റൂ. ഇതിപ്പോ ഒരു അനുഭവം. ഇതൊക്കെയാണ് അളിയ, ഇതൊക്കെയാണ് അനുഭവങ്ങൾ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അളിയ ഇപ്പം ചോദിക്കുമ്പോൾ ഞാൻ പൈസ തരാത്തത്. മനസ്സിലായ? ഓഹോ, എങ്ങനെയുണ്ട്? കൂടുതൽ നീ ആ വിഷയത്തിലോട്ടൊന്നും കിടക്കണ്ട. എനിക്ക് ഒരാൾ വന്നിട്ട് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കൊച്ചിന് എന്നൊക്കെ പറഞ്ഞ് വിഷമം പറയുമ്പോൾ എൻ്റെ മനസ്സലിയും, ഞാൻ അങ്ങ് കൊടുക്കും. ഇതിപ്പോൾ അന്വേഷിച്ചപ്പോലെ അവനും ഭാര്യയായിട്ട് 1 വർഷമായിട്ട് പിണക്കത്തിലാണെന്ന് അറിഞ്ഞത്. അല്ലേ, അവൻ പറഞ്ഞത് കറക്റ്റായിരിക്കും. വേറെ ആരെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാനായിരിക്കും. ഓടെ അവൻ അങ്ങനെയൊന്നുമില്ല, അവൻ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കള്ളു കുടിക്കാൻ അല്ലാതെ വേറെ. പിന്നെ അന്ന് ഇവിടെ കുട്ടപ്പൻ വന്നപ്പോൾ നേതാവ് എൻ്റെ അടുത്ത് 1000 രൂപ കടം ചോദിച്ചില്ലേ കുട്ടപ്പനെ കൊടുക്കാൻ വേണ്ടി? യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ 1000 രൂപ ഉണ്ടായത് ഞാൻ മനഃപൂർവ്വം തരാത്തതാണ്. അതെന്ത്? ഇതല്ലേ അനുഭവം, തന്നാൽ തിരിച്ചു തരില്ല. ആ പൈസ നേതാവ് വെള്ളത്തിലോട്ട് എഴുതി വെച്ചാൽ മതി. ഇവിടെ വെള്ളത്തിലൊന്നും എഴുതി തള്ളാക്കൂല. ഇത് പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത പൈസ, പൈസ കൃത്യമായിട്ട് ഉണ്ടാവണം. ഞാൻ കയ്യിൽ നിന്ന് വെച്ചോളാം. അത് കയ്യിൽ നിന്ന് വെക്കണോ? ഇല്ലല്ലോ. എവിടെ പോയി? പാർട്ടി ഓഫീസിൽ പോയി. ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതെയോ? പാർട്ടി ഓഫീസിൽ ഞാൻ അന്വേഷിച്ച് പോയതല്ലേ. ഫോൺ സൈലന്റ്. പാർട്ടി ഓഫീസിൽ പോയോ? പിന്നെ അന്വേഷിച്ച് പോയി. എന്നാല് പാർട്ടി ഓഫീസ് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മീറ്റിംഗിന് പോയതായിരിക്കും. എന്തേ ഇന്നലെ വന്നല്ലോ? ചെറിയ കാര്യം, നമ്മള് പഴയ സുഹൃത്തുക്കളല്ലേ. അന്ന് വന്നപ്പോഴേ ഒന്നും പറയാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റിയില്ല. മോളോടെ പോയി? കൊച്ചു ട്യൂഷന് പോയി. ട്യൂഷന് പോയാ? ഇപ്പൊ വരുമല്ലേ? ഇനിയിപ്പോ യമൻ എപ്പോഴും വരും? ക്ലീറ്റോ ഇനിയിപ്പോ ഇച്ചിരി ഇരുട്ടുമായിരിക്കും. രാത്രിയാലും വരുമല്ലേ? വരും. എനിക്കറിയാം, അവൻ ഇവിടെ വരാതെ എവിടെ പോവാൻ. പെങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കി ഒരു ചായ എടുത്തുണ്ടോ? ചായയിലും കുഴപ്പമില്ല, ഒരു കട്ടൻ ചായ എങ്കിലും എടുത്താൽ. പെങ്ങളെ, ഇതേ എത്ര സെന്റ് സ്ഥലമുണ്ട് ഇത് മൊത്തം? മൊത്തം ഒരു 10-35 സെന്റ് ഉണ്ട്. ഞാൻ അന്ന് വന്നപ്പോഴേ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ അങ്ങോട്ട് വിട്ട് ഇടിച്ച് കളഞ്ഞിട്ടേ ഒരു നല്ലൊരു ഫ്ലാറ്റ് അങ്ങോട്ട് പണിയാൻ വേണ്ടി. ബാക്കി ഒരു നല്ല ചായ എടുത്തുണ്ടോ? പോയിട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം. പാലില്ല കേട്ടോ. പാലില്ലേ കുഴപ്പമില്ല, ഒരു കട്ടൻ ചായ മതി. പോയിട്ടോ. അയ്യോ പാവം, ഇവൻ എവിടെ പോയതായിരിക്കും? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വല്ല ബാറിൽ വല്ലതും പോയത് തന്നെ. അങ്ങനെ പോകും. ചൂട് കുറവായി. ചൂടൊക്കെ മഴ സമയല്ലേ, ചൂടൊന്നും കിട്ടൂല. പിന്നെ ഇതിപ്പോ എന്താന്ന് വെച്ചാലേ എനിക്കിന്ന് പുറത്തു പോണായിരുന്നു. അത് കുഴപ്പമില്ല, പൊങ്ങ നോക്കിയാ ഞാൻ അവിടെ ഇരിക്കാം. ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവന്റെ വീട്ടിൽ വന്നിരിക്കാൻ വേണ്ടി എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട്? ഞാനും അവൻ എത്രയോ പ്രാവശ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുട്ടത്തൊക്കെ എവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഞാനും അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് വന്നപ്പോ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്നിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അവൻ്റെ അടുത്ത്. അതല്ലേ ഞാൻ അന്നൊന്ന് പണിയും ചെയ്തിട്ട് അങ്ങ് പൊക്കളഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്. അതെ. ഞാൻ ക്ലീറ്റോനെ ഒന്ന് വിളിച്ചു നോക്കാം, ഏട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഒന്ന് വിളിച്ചു നോക്കിയാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, വരട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, വിളിച്ചു നോക്കാം. വിളിച്ചു നോക്ക്. ഈ കൊടിയൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടാ. അത് ഇതായിപ്പോയി. എന്ത് വെക്കാം? എപ്പോ? അതെയോ? അതെ, ഈ ഞാൻ
ഇല്ല, ഞാൻ ഈ ദുനിയാവിലെ ഇല്ലെന്ന് പറഞ്ഞു. ആലപ്പുഴ പോയി എന്ന് പറ. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് പോയി മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറ. പൈസ എന്ന് ചോദിച്ചാൽ കൊടുത്തു കളയരുത്. ആ, ഇവിടെ വന്നിട്ട് പോയി. ആ, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കോ. ആ ശരി ശരി. ചായ പിടിച്ചോ? ആ, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ദൈവത്തിന്റെ കാര്യം വേണം അവനെ എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചത്. ആർക്ക് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു ആപത്ത് വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് വാടി എത്തി എന്ന് ഒരാളെ കാണാൻ വേണ്ടി ഒരാളായില്ലേ. ഒരു അത്യാവശ്യത്തിന് വാടി വന്നു കഴിഞ്ഞാലും എവനെ കണ്ടാ മതിയല്ലോ. അല്ലേ? ഇതിപ്പോ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. ഞാനിപ്പോ ക്ലീറ്റോനെ വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞു? വിളിച്ചപ്പോഴേ ക്ലീറ്റോന് ഇപ്പൊ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് മീറ്റിംഗ് ഉണ്ട്. ഓ, അപ്പൊ രാത്രിയാവും വരാൻ. ഒരു 12:30 1 മണിയാവും. 1 മണിയൊക്കെ ആവൂല്ലേ? നിങ്ങൾ എവിടെ പോണെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ കൂട്ടിരിക്കാം. കുഴപ്പമില്ല, അവിടെ കാവിലിരുന്നോളാം. എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നല്ലതാണ്, ചേട്ടനെ പോലെ ഒരാളുള്ള നല്ല. പക്ഷെ ഇപ്പൊ അമ്മാവൻ പറഞ്ഞപ്പോഴേ അമ്മാവൻ ഇപ്പൊ അവിടെ നിന്ന് വരാന്ന് പറഞ്ഞു. അമ്മാവൻ വരാന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണ്ട, പോട്ടാ? ആ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അല്ല, ഞാൻ വന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞാ ഞാൻ കേട്ടാ. അവര് പറഞ്ഞ ഞാൻ വന്ന് അന്വേഷിച്ചെന്ന്. നല്ല സൂപ്പർ കട്ടൻ ചായ കേട്ടാ, കൊള്ളാം. അന്നത്തെ ഊണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഊണായിരുന്നു. വേറെ ദിവസം ഞാൻ വരാം. അവന് വരുമ്പോ പറഞ്ഞേക്കണേ. ഞാൻ വന്ന് അന്വേഷിച്ചിട്ട് പോയി. 2ാമത്തെ പ്രാവശ്യം പറഞ്ഞത് പറയണം കേട്ടാ. ശരി ശരി. പെങ്ങളെ, ഞാൻ വന്ന കാര്യം പറയണം കേട്ടാ. കാരണം അത്യാവശ്യമാണ്, എനിക്ക് അവനെ കണ്ടേ പറ്റും. 2 ദിവസത്തിനകത്ത് എന്തായാലും കണ്ടേ പറ്റുള്ളൂ. പറയണം കേട്ടാ. പറയും. കുട്ടൻ വന്ന് പറഞ്ഞാ മതി. ശരി ശരി. Alien versus Alien.